10ാം ക്ലാസ്സിൽ 5 വട്ടം തോറ്റ് കൃഷിക്ക് മേൽനോട്ടമായി കുറച്ചു കാലം കഴിച്ച് ഉത്സവപ്പറമ്പിലും അമ്പലക്കുളത്തിലും ചുറ്റിക്കളി തുടങ്ങിയപ്പോഴാണ് കാരണവന്മാർ ചാത്തുവിന് ഇനിയൊരു സംബന്ധമാവാമെന്ന് നിശ്ചയിച്ചത്. അങ്ങനെയാണ് തിരഞ്ഞു പാലക്കാട് കൊപ്പത്ത് സ്ഥാനി നായരായ രാവുണ്ണിയാരുടെ മകൾ അമ്മുക്കുട്ടിയെ പെണ്ണു കാണാൻ അമ്മാമനോടൊപ്പം ഇറങ്ങിത്തിരിച്ചത്. ബസ് സർവീസുകൾ അക്കാലത്ത് തുലോം കുറവായതിനാൽ പാതി ദൂരം നടന്നും കുറച്ചു ദൂരം കാളവണ്ടിയിലും ബാക്കി ദൂരം ബസ്സിലുമായിട്ടാണ് കൊപ്പത്ത് എത്തിപ്പെട്ടത്. വെയിലത്ത് നടന്നു വരുവേ, കുട എടുത്തില്ലേ? വരിൻ വരിൻ, ഇരിക്കിൻ. ആവൂ, എന്താ വന്ന കാലിൽ ഇങ്ങനെ നിൽക്കണത്? ഇരിക്കിൻ. അമ്മാമനും ചാത്തുവും ഇരുന്നപ്പോൾ രാവുണ്ണിയാര് വീണ്ടും ചോദിച്ചു, കുടിക്കാൻ എന്ത് എടുക്കേണ്ടത്? സംഭാരമായാലോ? വെയിലത്ത് വന്നതല്ലേ. മുഷിയില്ല എന്നായി അമ്മാവൻ. സംഭാരത്തിന് അകമ്പടിയായി വളകിലുക്കവുമായി വന്ന അമ്മുക്കുട്ടിയെ കണ്ടപാടെ മനസ്സിൽ വന്ന പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന കവിത അപ്പാടെ ചാത്തു വിഴുങ്ങി. സംഭാരം ഒറ്റ വീർപ്പിന് വലിച്ചു കുടിക്കവേ രാവുണ്ണിയാര് പറഞ്ഞു, ഇതാണ് അമ്മുക്കുട്ടി. BA പാസ്സാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതും. ജോലി ചെയ്തിട്ടു വേണ്ട ഇവിടെ ആർക്കും കഴിയാൻ. അതാണിപ്പോ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ. എന്താ എഴുതാറ്? അമ്മാമ്മ ഘനഗംഭീര സ്വരത്തിൽ ചോദിച്ചു. കഥയാണ്. ഹൗ, അമ്മുക്കുട്ടിയുടെ വളയാണോ കുലുങ്ങിയത്, ഒച്ചയാണോ ചിലമ്പിയത് എന്നറിയാതെ ചാത്തു മുഗ്ധനായി പോയി. പെണ്ണുകാണലും വിവാഹവും പെട്ടെന്നു കഴിഞ്ഞു. ഇടിയും മഴയും പോലെ എന്നാണ് ചാത്തുവിന് തോന്നിയത്. ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് തറവാട്ടിൽ മുറുമുറുപ്പാകാൻ തുടങ്ങിയത്. ചാത്തൂട്ടിയെ, ഏതു നേരവും അടച്ചിരുന്ന് ഇങ്ങനെ കുത്തിക്കുറിച്ചാൽ അടുക്കളയിൽ തീ പൊകിയോ? കൂടെയുള്ള അമ്മായിയുടെ മുനവെച്ച അറിയിപ്പ്. ചാത്തു അമ്മുക്കുട്ടിയുടെ മേശ പരിശോധിച്ചു. സംഗതി ശരിയാണ്. കുനുകുനാന്ന് എഴുതിക്കൂട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷുണ്ട്, മലയാളവുമുണ്ട്. സൗകര്യത്തിന് കിട്ടിയപ്പോൾ ചാത്തു അമ്മുക്കുട്ടിയോട് ആരാഞ്ഞു, എന്താ അത്? ആവൂ, കഥ എണേട്ടെ. അമ്മുക്കുട്ടി കൊഞ്ചി. ചാത്തു അന്യഗ്രഹ ജീവിയെ കണ്ടതുപോലെ അമ്മുക്കുട്ടിയെ തുറിച്ചു നോക്കി. ഇത് കഴിഞ്ഞാൽ ഒരു നോവൽ എഴുതാൻ നിശ്ചയിച്ചിട്ടുണ്ടേട്ടെ. അതിൻ്റെ കുറിപ്പുകളാണവ. ഇതൊക്കെ. അമ്മുക്കുട്ടി ഒരു കടലാസ് എടുത്ത് തുടുത്ത മുഖത്തോടെ പറഞ്ഞു. അമ്മുക്കുട്ടിയുടെ ശബ്ദം ഇപ്പോൾ വളകിലുക്കം പോലെ അനുഭവപ്പെടുന്നില്ലെന്നും പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന കവിത അപ്പാടെ വീണ്ടും മറന്നതായും ചാത്തു കണ്ടു. വരളുന്ന ചുണ്ടോടെ ചാത്തു പറഞ്ഞു, ഒരു ചായ വേണം. വീണ്ടും കുനിഞ്ഞിരുന്ന് എഴുത്തു തുടർന്നുകൊണ്ട് അമ്മുക്കുട്ടി പറഞ്ഞു, എന്താണേട്ടെ, ഒരു ചായ ഇട്ട് കുടിക്കാൻ കൂടി അറിയില്ലേ? കഷ്ടമുണ്ടട്ടോ, ഞാനിതൊന്ന് എഴുതിക്കോട്ടെ. ചുമലിലെ തോർത്തു മുണ്ടെടുത്ത് തലയിൽ കെട്ടി ചാത്തു ഗർജിച്ചു. ചീയണിക്കടി. അമ്മുക്കുട്ടി ചാടി എഴുന്നേറ്റു. കയ്യിൽ കൂട്ടിപ്പിടിച്ച കടലാസുകെട്ടിനെ ചൂണ്ടി ചാത്തു ഭീഷണമായ ശാന്തതയോടെ പറഞ്ഞു, അതവിടെ വെക്ക്. അമ്മുക്കുട്ടി പെട്ടെന്നു തന്നെ എല്ലാം താഴെയിട്ടു. ചാത്തു ഒച്ച ഉയർത്തി ഗർജിച്ചു, കയറടി അടുക്കളയിൽ. വിരണ്ടോടിയ അമ്മുക്കുട്ടിയെ കൂട്ടം തെറ്റിമേഞ്ഞ പോത്തിനെ ആട്ടിത്തെളിച്ച് തൊഴുത്തിൽ കയറ്റുന്ന മിടുക്കോടെ അടുക്കളയിലേക്കു കയറ്റി പുകയൂതി അടുപ്പ് കത്തിക്കുന്ന അമ്മുക്കുട്ടിയുടെ അരികിൽ ചെന്ന് അവളുടെ കെട്ടുകടലാസ് കുനുകുനെ ചീന്തി തീ പിടിപ്പിക്കാൻ സഹായിച്ചുകൊണ്ട് ചാത്തു ഉജാവ, അമ്മുക്കുട്ടിയെ, കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാരചനായ. അമ്മുക്കുട്ടിയെ, അടുക്കളപ്പണിയാണ് നിന്റെ തലയിലെഴുത്ത്. കഥാരചന എന്നും പറഞ്ഞിറങ്ങിയാൽ കാല് തല്ലിയൊടിക്കും. ആ ഒരു നിമിഷത്തിലാണത്രേ ചാത്തു അഥവാ ചാത്തു നായർ സർ ചാത്തുവായതും കൊപ്പം ദേശത്തെ കരപ്രമാണി രാവുണ്ണിയാരുടെ മകൾ അമ്മുക്കുട്ടി ഫെമിനിസത്തിലേക്ക് പിച്ച വെച്ചു തുടങ്ങിയതും. വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.